ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് സാഫ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് നമ്മുടെ ഒരു കോൺവെർസേഷന് ഉപകാരപ്പെടുന്ന, നമ്മളൊരു സംഭാഷണത്തിന് ഉപകാരപ്പെടുന്ന കുറച്ച് വാക്യങ്ങളാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് മാനേജറെ കാണണം. I want to see the manager. I want to see the manager. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് തരുമോ, അവരുമായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് തരുമോ എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം? ഇഫ് യു ഡോണ്ട് മൈൻഡ്, പ്ലീസ് ഗിവ് മീ ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, പ്ലീസ് ഗിവ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഹിം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുമോ? Could you please tell me what it is about? Could you please tell me what it is about? ഇപ്പോൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയാം? I would like to open a bank account. I would like to open a bank account. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾ മാനേജറെ കാണാൻ പറയുന്നത്. അപ്പം നമ്മൾ പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ കാണേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ട് മാനേജറെ കാണേണ്ട. അത് നമ്മളെങ്ങനെ പറയാം? യു ഡോണ്ട് നീഡ് ടു മീറ്റ് ഹിം ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളതിനെ കാണേണ്ട കാര്യമില്ല. യു ഡോണ്ട് നീഡ് ടു മീറ്റ് ഹിം ഫോർ ദാറ്റ്. ഇരിക്കൂ. പ്ലീസ് ഹാവ് എ സീറ്റ്. പ്ലീസ് ഹാവ് എ സീറ്റ്. ഇവിടെ ID പ്രൂഫൊക്കെ കാണിച്ചു തരുമോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കാം? വുഡ് യു മൈൻഡ് ഷോയിങ് മീ യുവർ ID പ്രൂഫ്? വുഡ് യു മൈൻഡ് ഷോയിങ് മീ യുവർ ID പ്രൂഫ്? ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫോം ഫില്ല് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ എന്താ പറയുക? ഐ ഹോപ്പ് ക്യാൻ ഫിൽ ഇൻ ദിസ് ആപ്ലിക്കേഷൻ ഫോം ഇൻ ഇംഗ്ലീഷ്. ഐ ഹോപ്പ് യു ക്യാൻ ഫിൽ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഇൻ ഇംഗ്ലീഷ്. ആ ആളോട് ചോദിക്കുകയാണ്, കുഡ് യു ഹെൽപ്പ് മീ കംപ്ലീറ്റ് ഇറ്റ് പ്ലീസ്? കുഡ് യു ഹെൽപ്പ് മീ കംപ്ലീറ്റ് ഇറ്റ് പ്ലീസ്? ഇത് ഫില്ല് ചെയ്യാൻ, ഒരു ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുമോ? കുഡ് യു ഹെൽപ്പ് മീ കംപ്ലീറ്റ് ഇറ്റ് പ്ലീസ്? സെർട്ടൈൻലി, തീർച്ചയായും എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് സെർട്ടൈൻലി. അപ്പം നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞുതരാം, ഞാൻ ഇവിടെ എഴുതി തരാം. എങ്ങനെ പറയാം? പ്ലീസ് ടെൽ മീ ഡീറ്റെയിൽസ്. Please tell me the details and I will write them down for you. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതി തരാം. Please tell me the details and I will write them down for you. അപ്പോൾ നമ്മൾ പറയും, അത് നന്നായിരിക്കും. That would be great. That would be great. എനിക്ക് ഒരു സംശയം ചോദിക്കാമോ? എന്നറിയാം. Could I ask you a doubt? Could I ask you a doubt? തീർച്ചയായിട്ടും. Sure. Go ahead. ഇപ്പോൾ നമുക്ക് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, നോമിനി ആയിട്ട് എൻ്റെ യങ്ങർ ബ്രദറിന് അല്ലെങ്കിൽ എൻ്റെ ചെറിയ മകൻ്റെ പേര് വെക്കാൻ കഴിയുമോ? അത് നമ്മൾക്കറിയാം. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു പ്രപ്പോസ് മൈ യങ്ങർ സൺസ് നെയിം ആസ് എ നോമിനി? Is it possible for me to propose my younger son's name as a nominee? I'm afraid you can't do that straight away. നിങ്ങൾക്കത് ശരിയായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നു. I'm afraid you can't do that straight away. അതുപോലെ നമ്മൾ പറയാമല്ലോ, അത് നമുക്ക് പിന്നീട് ചെയ്യാം. കുഴപ്പമില്ല, പ്രശ്നമില്ല, അത് നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് എങ്ങനെ പറയാം? നോ പ്രോബ്ലം, ഒരു കുഴപ്പമൊന്നുമില്ല. ദെൻ ലെറ്റ് മീ ഡു ഇറ്റ് ലേറ്റർ. ദെൻ ലെറ്റ് മീ ഡു ഇറ്റ് ലേറ്റർ. അപ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്, നമ്മളൊരു പറയല്ലോ ഓപ്പൺ ആയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? യുവർ അക്കൗണ്ട് ഈസ് ആക്റ്റീവ് നൗ. യുവർ അക്കൗണ്ട് ഈസ് ആക്റ്റീവ് നൗ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമോ എന്നെങ്ങനെയാണ്
എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അങ്ങനെ പറയാം, ഈസ് ദർ എനിത്തിങ് മോർ ഐ ക്യാൻ ഡു ഫോർ യു? ഈസ് ദർ എനിത്തിങ് മോർ ഐ ക്യാൻ ഡു ഫോർ യു? വേണ്ട, ഞാൻ എല്ലാതുകൊണ്ടും റെഡിയാണെന്ന് അങ്ങനെ പറയാം, നോ ഐ ആം ഫൈൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു താങ്ക് പറയാനുണ്ട്. അങ്ങനെ പറയാം, താങ്ക്സ് വെരി മച്ച്, നിങ്ങൾ നന്നായി സഹായിച്ചിട്ടുണ്ട്. യു ഹാവ് ബീൻ വെരി ഹെൽപ്ഫുൾ. യു ഹാവ് ബീൻ വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബാങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കണ കുറച്ച് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാനെത്തും. ദിസ് ഇസ് സാഫ് സൈനിങ് ഓഫ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.